ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വസുന്ധരയും ആദിത്യനും കൂടിയും അഭിരാമിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ കണ്ട കാഴ്ച കണ്ട് അവർ ആശങ്കപ്പെട്ടു. അവിടെ ആളുകൾ കൂടി നിൽക്കുന്നു, അതോടൊപ്പം ഒരു പോലീസ് ജീപ്പും പിന്നെ അവരുടെ വീട്ടുമുറ്റത്ത് ഒരു മൃതശരീരവും പൊതിഞ്ഞു കിടക്കുന്നു. ഇത് കണ്ടതോടെ എന്താ സംഭവിച്ചെന്നറിയാനായി ആദിത്യനും വസുന്ധരാമയും നോക്കി നിൽക്കുമ്പോഴേക്കും അശ്വതിയെ പോലീസ് കയ്യിൽ വിലങ്ങണിച്ചുകൊണ്ട് വേഗം ജീപ്പിലേക്ക് കൊണ്ടുവന്ന് കയറ്റണം. അശ്വതി തന്റെ മുഖം അടച്ച് പിടിച്ചതുകൊണ്ട് മുഖം പൊത്തി പിടിച്ചതിനാൽ വസുന്ധരയ്ക്കും ആദിക്കും അശ്വതിയുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവരുടെ മുന്നിൽ നിന്ന് തന്റെ മുഖം പറിച്ചു പിടിച്ച് അശ്വതി ആ ജീപ്പിലേക്ക് കയറി പോലീസുകാരോടൊപ്പം പോയി. ഈ കാഴ്ച കണ്ട ഉടനെ തന്നെ ആദിത്യൻ അവിടെയുള്ള അയൽവാസികളോട് ചോദിച്ചു, എന്താ ഇവിടെ സംഭവിച്ചത്? അപ്പോഴേക്കും അവർ പറഞ്ഞു, ആ രണ്ടാനച്ഛൻ, ആ പെങ്കൊച്ചിന്റെ രണ്ടാനച്ഛൻ ഭയങ്കര ഉപദ്രവമായിരുന്നു. പാവം എന്നും കള്ളു കുടിച്ചു വന്ന് ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കും. ആ സ്ത്രീയെയും മകളെയും എല്ലാം ഉപദ്രവിക്കും. ആകെ ശല്യമായിരുന്നു. അവസാനം സഹികെട്ട് ആ പെങ്കൊച്ച് ചെയ്തതാണെന്ന് തോന്നുന്നു. ഇന്നലെ ഇവിടെ വലിയ ബഹളമൊക്കെ കേട്ടു എന്നൊക്കെ അവർ അറിയിച്ചു. അതെല്ലാം കേട്ടതോടെ വസുന്ധര ആകെ വിഷമത്തിലായി. വസുന്ധരയും ആദിയും സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോരുന്നു. വസുന്ധരയോട് ആദി പറഞ്ഞു, ഇനി നമ്മൾ എന്താ അമ്മേ ചെയ്യുന്നത് എന്ന് ചോദിച്ചതും വസുന്ധര പറഞ്ഞു, ഇനിയും ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്ത ഒരു കുറ്റവാളി നമ്മുടെ അരുണിന്റെ ഭാര്യയായി വരേണ്ടതുണ്ടോ? അത് വേണ്ട, അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നതായിരുന്നു അമ്മയുടെ തീരുമാനം. ഞാനും അതിനെ അനുകൂലിച്ചു. ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്ത ആ പെൺകുട്ടിയെ അരുണിന്റെ ഭാര്യയാക്കേണ്ടതില്ല എന്ന് ഞാനും അമ്മയെ അനുകൂലിച്ചുകൊണ്ട് തീരുമാനിച്ചു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അത് കേട്ട അഖിലും ശ്യാമയും ഞെട്ടലോടെ ചോദിച്ചു, എന്നിട്ട് ഇക്കാര്യം അരുണിനെ അറിയിച്ചില്ലേ? ഉടനെ ആദി പറഞ്ഞു, തൽക്കാലം ഇതൊന്നും ഞങ്ങൾ അരുണിനെ അറിയിച്ചില്ല. കാരണം അരുൺ അവിടെ പഠിക്കാനായി പോയതല്ലേ. അതുകൊണ്ട് തന്നെ ഇനിയും ഇക്കാര്യങ്ങളൊക്കെ അരുണിനെ അറിയിച്ച് അഭിരാമിയെ അരുണിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും കൊണ്ടുവരണമെന്നുള്ളൊരു ആവശ്യം അരുൺ പറയേണ്ടതില്ലല്ലോ. അരുണിനെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിക്കാൻ മറ്റൊരു വിവാഹം കഴിച്ച് അരുണ് സുഖമായി ജീവിക്കട്ടെ എന്ന് കരുതി മനഃപൂർവ്വം ഞങ്ങൾ ഇക്കാര്യം അരുണിൽ നിന്ന് മറച്ചു വെച്ചു. അരുൺ പല രീതിയിൽ അഭിരാമിയെ കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ എന്നിട്ടൊന്നും അഭിരാമിയെ കണ്ടെത്താൻ സാധിക്കാതെ അരുൺ ആകെ നിരാശയിലായി. ഉടനെ ഇതെല്ലാം കേട്ടതിന് ശേഷം അഖിൽ ചോദിച്ചു, എങ്കിലും അന്ന് അമ്മ ആ ഫോട്ടോയിൽ കണ്ട ആളെ കുറിച്ച് പിന്നീട് ആദിയേട്ടനോടൊന്നും പറഞ്ഞില്ലേ? അയാളെ കുറിച്ച് ആദിയേട്ടൻ പിന്നീട് അന്വേഷിച്ചില്ലേ എന്ന് ചോദിച്ചതും ആദി പറഞ്ഞു, ഞാൻ പലതവണ അമ്മയോട് അതിനെക്കുറിച്ച് ചോദിച്ചതാണ്, അത് ആരായിരുന്നുവെന്നും ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന വ്യക്തി ഏതാണെന്നും. പക്ഷേ അമ്മ അക്കാര്യം പറയാൻ തയ്യാറായില്ല. അമ്മ അത് വെളിപ്പെടുത്താനുള്ള തയ്യാറെടുപ്പൊന്നും അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് ആദി അറിയിച്ചു. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അഖിലും ശ്യാമയും ഇനിയും ആ അശ്വതിയുടെ വാക്ക് വിശ്വസിച്ച് അശ്വതിയെ സഹായിക്കാനായി നടന്നാൽ എന്നേക്കുമായി നിങ്ങൾ ആ ആനന്ദ നിലയത്തിന്റെ ശത്രുക്കളായി മാറും. ഇനി അമ്മയുടെയും എന്റെയും മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഇല്ലാതാകും, അതോർത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ആദി അവിടെ നിന്ന് നിങ്ങളെ മനഃപൂർവ്വം അഭിരാമി തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ആദി കാറുമെടുത്തു പോയി. ഇത് കേട്ടതും ശ്യാമയും അഖിലിനും ആകെ സംശയമായി. ഇതൊക്കെയാണ് സംഭവിച്ചതെങ്കിൽ പിന്നെ അശ്വതി ചേച്ചിയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായത് എന്നതിനെ കുറിച്ച് അവർ ആകെ ആശങ്കയിലായി. ഉടനെ തന്നെ അശ്വതിയെ കാണുവാനായി അവർ വീട്ടിലേക്ക് എത്തി വിവരങ്ങൾ അശ്വതിയോട് ചോദിക്കുന്നു. എല്ലാം കേട്ടതിന് ശേഷം അശ്വതി അത് ശരി തന്നെയാണെന്ന് സമ്മതിച്ചു. നിങ്ങൾ കേട്ടതെല്ലാം സത്യം തന്നെയാണ്. പക്ഷേ അന്ന് ആ കൊലപാതകം നടത്തിയത് ഞാനല്ല. ഞാനും അമ്മയും നല്ല മയക്കത്തിലായിരുന്നപ്പോഴാണ് രണ്ടാനച്ഛൻ വീട്ടിലേക്ക് കയറി വന്നത്. എല്ലാവരും പറഞ്ഞതുപോലെ അയാൾ ശരിക്കും ഞങ്ങൾക്ക് ഉപദ്രവകാരിയായിരുന്നു. എന്നും അമ്മയെ മർദ്ദിക്കുമായിരുന്നു. അന്നും അയാൾ കുടിച്ച് കൂത്താടി വന്നതായിരുന്നു. അന്ന് വന്ന് ബഹളമുണ്ടാക്കി. പിന്നീട് ഞങ്ങൾ പുറത്തു നിന്ന് എന്തൊക്കെയോ ബഹളവും നിലവിളിയൊക്കെയാ കേൾക്കുന്നത്. കുറെ ആളുകൾ വന്ന്, കുറച്ച് ഗുണ്ടകൾ വന്ന് ആ രണ്ടാനച്ഛനെ ശരിക്കും തല്ലി അവശനാക്കുന്ന കാഴ്ച. അവസാനം അതിലുണ്ടായിരുന്ന ഒരാള് അയാളെ പരിക്കേൽപ്പിച്ച് അയാളെ കൊന്ന് അവിടെ ഇട്ടിട്ട് പോയി. അതിനുശേഷം അവർ ഞങ്ങൾക്ക് നേരെ വിളിച്ചു പറഞ്ഞത്, ആനന്ദ നിലയത്തിലെ വസുന്ധരയോട് കളിച്ചാൽ, വസുന്ധരയുടെ വീട്ടിൽ കയറാനായി ശ്രമിച്ചാൽ ഇങ്ങനെയായിരിക്കും, ഇതായിരിക്കും ഫലം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഭീഷണി കൂടി ഉയർത്തിയിട്ട് അയാൾ അവിടെ നിന്ന് മടങ്ങി. പിറ്റേന്ന് രാവിലെ പോലീസ് എത്തി ഞാനാണ് അയാളെ കൊലപ്പെടുത്തിയത് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നു. അതാണ് സംഭവിച്ചത്.
അന്ന് വസന്തരാമയുടെ കുടുംബത്തിനെതിരെ തിരിഞ്ഞാൽ ഇതായിരിക്കും ഫലമെന്ന് പറഞ്ഞപ്പോൾ അതിന് പിന്നിൽ വസന്തരാമ പറഞ്ഞിട്ട് തന്നെ വന്ന ആളുകളാകുമെന്ന് ഞങ്ങൾ കരുതി. അതായിരിക്കില്ല സത്യം എന്ന് ചോദിച്ചതും അഖിൽ പറഞ്ഞു, ഒരിക്കലും ഇല്ല അശ്വതി ചേച്ചി. അശ്വതി ചേച്ചി പറയുന്നതൊക്കെ സത്യം തന്നെയായിരിക്കാം. പക്ഷേ അമ്മ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും വർഷമായി അമ്മയെ അറിയാവുന്നതല്ലേ ഞാൻ. ജനിച്ച നാൾ മുതൽ ഞാൻ കാണുന്നതല്ലേ എൻ്റെ അമ്മയെ. ആ അമ്മയ്ക്ക് ഇത്രയും വലിയ ക്രൂരതയൊന്നും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞതും ഉടനെ ശ്യാമയും അത് തന്നെ ആവർത്തിച്ചു. അപ്പോഴേക്കും അശ്വതി പറഞ്ഞു, അങ്ങനെ സംഭവിച്ചെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ ഒരാള് ഇത് വസന്തരാമ പറഞ്ഞിട്ടാ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തതെന്ന് വിളിച്ചു പറയുന്നത് എന്തിനായിരിക്കും? അതിന്റെ പിന്നിലെ കാരണം എന്തായിരിക്കും എന്ന് ചോദിച്ചു. ഉടനെ ശ്യാമ പറഞ്ഞു, അത് ആ കുടുംബത്തേക്ക് ദേഷ്യമോ പകയുള്ള മറ്റാരെങ്കിലും ആയിക്കൂടെ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത്? അങ്ങനെ ആർക്കെങ്കിലും അത് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അത് കേട്ടതോടെ അഭിരാമി പറഞ്ഞു, ശരിയാണ്, അങ്ങനെ കുടുംബത്തോട് വൈരാഗ്യമുള്ള ആർക്കെങ്കിലും ചെയ്യാം. പക്ഷെ അതാര്? അങ്ങനെ വിളിച്ചു പറഞ്ഞെങ്കിൽ അതാരായിരിക്കും എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടി ഒന്ന് സമയം താ, ഞാനത് കണ്ടെത്തും. യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ കളിച്ച വ്യക്തി ആരാണെന്ന് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് ശ്യാമ അശ്വതിയോടും അഖിലിനോടും പറയുന്നു. ഈ സമയത്ത് അവിടേക്ക് ഐശ്വര്യ എത്തിച്ചേർന്നു. അഭിരാമിയും താമസിക്കുന്ന ആ ക്വാർട്ടേഴ്സിലേക്ക്, ആ ഗസ്റ്റ് ഹൗസിലേക്ക് പെട്ടെന്ന് അശ്വതി ഞെട്ടിച്ചുകൊണ്ട് ഐശ്വര്യ വന്നെത്തിയതും അഖിലും ശ്യാമയും ആകെ ടെൻഷനിലായി. ഈ സമയത്ത് അവിടേക്ക് ഐശ്വര്യ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ നിന്ന അശ്വതി വേഗം അവിടേക്ക് ഐശ്വര്യ വന്നതും താൻ ആശങ്കയോടെയല്ല നിൽക്കുന്നതെന്ന് ഐശ്വര്യ മനസ്സിലാക്കുന്നതിന് വേണ്ടി വലിയ സന്തോഷത്തിൽ ഐശ്വര്യയുടെ അരികിലേക്ക് ചെന്നു. അല്ല മേഡമോ, മേഡെന്താ ഈ സമയത്ത് എന്ന് ചോദിച്ചതും ഐശ്വര്യ പറഞ്ഞു, അതെ ഞാൻ ദാ ഈ ഫയൽ നിന്നെ ഏൽപ്പിക്കാൻ വന്നതാണ്. ഇത് വേഗം നീ ഇതിന്റെ കണക്കുകളെല്ലാം വേഗം ചെക്ക് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തന്നിരിക്കണം എന്നറിയിച്ചു. അത് കേട്ടതും ശരി, അങ്ങനെ തന്നെ ചെയ്യാം മേഡം എന്ന് അശ്വതി പറഞ്ഞു. നിനക്കെന്താ ഒരു പരുങ്ങല് എന്ന് ചോദിച്ചതും ഒന്നുമില്ല മേഡം എന്ന് അശ്വതി മറുപടി നൽകുമ്പോൾ പെട്ടെന്ന് ഐശ്വര്യ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന സമയത്ത് അഖിലിന്റെ ഫോൺ റിങ് ചെയ്തു. അത് കേട്ടതും വേഗം ഐശ്വര്യ നോക്കി. അല്ല, ആരാ അവിടെ ഉള്ളു, വേറെ ആരാ ഉള്ളത് എന്ന് ഐശ്വര്യ വേഗം അശ്വതിയോട് അന്വേഷിച്ചു. അപ്പോഴേക്കും അശ്വതി പറഞ്ഞു, ഇല്ല മേഡം, ഇവിടെ വേറെ ആരുമില്ല. അപ്പോഴേക്കും ഐശ്വര്യ ചോദിച്ചു, വേറെ ആരും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ആ ഫോൺ പകുതി റിങ് ചെയ്ത് കട്ടായത്? ആരോ മനഃപൂർവ്വം കട്ട് ചെയ്ത പോലെയാണല്ലോ ആ ഫോണിന്റെ ശബ്ദം നിലച്ചത് എന്ന് പറഞ്ഞതും അഭിരാമി പറഞ്ഞു, ഇല്ല മേഡം, ഇവിടെ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഐശ്വര്യയെ സമാധാനപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ഐശ്വര്യയ്ക്ക് ആകെ സംശയമായി. ഒരിക്കലുമില്ല, ഞാനിത് വിശ്വസിക്കില്ല, നീ മനഃപൂർവ്വം കളവ് പറയുന്നതാ, ഇവിടെ മറ്റാരോ ഉണ്ട്, ആരായത് ഞാൻ കണ്ടെത്തുമല്ലോ എന്ന് പറഞ്ഞ് വേഗം ഐശ്വര്യ അവിടെയുള്ള റൂം പരിശോധിക്കുമെന്ന തീരുമാനമെടുത്തുകൊണ്ട് വേഗം റൂമിനകത്തേക്ക് കയറാനായി പോകാൻ തുടങ്ങി. ഇത് കണ്ട ഉടനെ ശ്യാമയും അഖിലും ആകെ ടെൻഷനിലായി. ഉടനെ ഐശ്വര്യയോട് അഭിരാമി പറഞ്ഞു, ഇല്ല മേഡം, ഇവിടെ വേറെ ആരും ഇല്ല. അപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു, ഞാൻ നോക്കട്ടെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ആ അടഞ്ഞു കിടന്നിരുന്ന റൂമിനരികിലേക്ക് ഐശ്വര്യ ചെല്ലുന്നു. അതിനുശേഷം വാതിലിന്റെ പിന്നിൽ അഖിലും ശ്യാമയും മറിഞ്ഞിരിക്കുമ്പോൾ ഐശ്വര്യ അകത്തേക്ക് കയറി. ഐശ്വര്യ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് ആകെ സംശയത്തിലായി ഐശ്വര്യ. അപ്പോഴേക്കും ഉടനെ ഐശ്വര്യ വിളിച്ചു പറഞ്ഞു, മേഡം റിങ് ചെയ്ത ഫോൺ ദാ ഇതാണ്, ഈ ഫോൺ അവിടുന്ന് ബെല്ലടിച്ച് എന്ന് പറഞ്ഞ് ഐശ്വര്യയെ തന്റെ ഫോൺ എടുത്ത് ജാസ്മിൻ കാണിച്ചു. പിന്നെ എൻ്റെ ഫോണിലേക്ക് ആര് കോള് വിളിച്ചാലും ഇപ്പൊ ഇങ്ങനെയാണ്, പെട്ടെന്ന് കോള് വന്ന് ഇടയ്ക്കങ്ങ് കട്ടായി പോകും, അതിനെന്തോ കംപ്ലൈന്റ് ഉണ്ട് മേഡം എന്ന് പറഞ്ഞു. ഉടനെ ഐശ്വര്യ പറഞ്ഞു, ശരി, തൽക്കാലം ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. പക്ഷേ നിന്റെ കള്ളത്തരം ഞാൻ തീർച്ചയായിട്ടും കണ്ടുപിടിക്കുമല്ലെന്ന് നീ കരുതണ്ട എന്ന് പറഞ്ഞ് ഐശ്വര്യ അവിടെ നിന്ന് ഇറങ്ങി. തൽക്കാലം ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അശ്വതി തന്നെ രക്ഷിച്ചതിന്റെ ആശ്വാസത്തിൽ ശ്യാമയും അഖിലും വേഗം ഐശ്വര്യയുടെ അരികിലേക്ക് എത്തിയിട്ട് താങ്ക്സ് ചേച്ചി എന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങൾ സൂക്ഷിക്കണം, ഇനിയും ഐശ്വര്യ സംശയത്തോടെ വരാൻ സാധ്യതയുണ്ട് എന്ന് അരുണിനെയും ശ്യാമയും അശ്വതി ഓർമ്മിപ്പിച്ചു. പിന്നീട് ആനന്ദ നിലയത്തിലേക്ക് എത്തിയ ആദി എല്ലാ സത്യങ്ങളും വസുന്ധരയോട് പറയുന്നുള്ള തീരുമാനത്തിൽ അമ്മ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചു. അത് കേട്ടുകൊണ്ട് അവിടേക്ക് അമൃത എത്തുകയും എന്താ ആദിയേട്ടാ, എന്താ കാര്യം എന്ന് ചോദിച്ചു. എല്ലാ സത്യങ്ങളും ഞാൻ അമ്മയോട് പറയാൻ പോവാ, ഞാൻ പറഞ്ഞത് തന്നെയാണ് അമൃതയെ സംഭവിച്ചത്. സത്യത്തിൽ ആ ശ്യാമയും അഖിലും കൂടി ആ അശ്വതിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ്. അമ്മയും
ഞാനും ചെയ്യാത്ത തെറ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞ് അശ്വതി അവരെ പാട്ടിലാക്കിയിരിക്കുന്നു. ഇനിയും ആ അശ്വതിയെ നമ്മുടെ ഓഫീസിൽ നിലനിർത്താൻ കഴിയില്ല. അവളെ ആ ഓഫീസിൽ നിർത്തിയിരിക്കുന്നത് ശ്യാമയുടെയും അരുണിന്റെയും നീക്കമാണ്. അത് തടഞ്ഞേ തീരൂ എന്നെല്ലാം അമൃതയോട് ആദി പറഞ്ഞു. ഇതെല്ലാം കേട്ടതും അമൃത പറഞ്ഞു, ആദ്യട്ടൻ പറയുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കണം. പാവം ശ്രീകുട്ടിയുമായിട്ട് അമ്മ ഇപ്പോൾ നല്ല സൗഹൃദത്തിലാണ്. അമ്മയ്ക്ക് ശ്രീകുട്ടിയോട് ഇപ്പോൾ ഭയങ്കര സ്നേഹവുമാണ്. അങ്ങനെ സ്വന്തം മകന്റെ കുഞ്ഞിനെ അമ്മ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ കൊച്ചിന്റെ മനസ്സുകൂടി തകർത്ത് കളയണോ? അമ്മ ഇപ്പൊ ഇക്കാര്യം അറിഞ്ഞാൽ അത് ശ്രീകുട്ടിയോടുള്ള സ്നേഹത്തെ പോലും അത് ബാധിക്കും. ആദിയേട്ടൻ ഒന്ന് മനസ്സിലാക്കണം. അഖിലായിരുന്നു അമ്മയ്ക്ക് ജീവൻ. അഖിൽ പോയതിനു ശേഷം അമ്മയാകെ വിഷമത്തിലായിരുന്നു. ഇപ്പോഴാണ് അമ്മയൊന്ന് പഴയ ആ അവസ്ഥയിലേക്ക് ഒന്ന് മാറി വന്നത്. അതും ശ്രീകുട്ടിയുടെ സാന്നിധ്യം കൊണ്ട്, ശ്രീകുട്ടി അരികിലുള്ളത് കൊണ്ട്. ആ ഒരു സന്തോഷവും സ്നേഹവും നമ്മളായിട്ട് ഇല്ലാതാക്കണോ ആദിയേട്ടാ? എല്ലാം നമുക്ക് ആലോചിച്ചിട്ട് ചെയ്താൽ പോരെ? ആദിയേട്ടനൊന്ന് ആലോചിക്കേ. ഈ സത്യം പറഞ്ഞാൽ അമ്മ പിന്നെ എങ്ങനെയാ പ്രതികരിക്കുക എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ എന്നൊക്കെ അമൃത ആദ്യ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതെല്ലാം കേട്ട ശേഷം ആദി പറഞ്ഞു, ശരിയാ, അക്കാര്യം സത്യം തന്നെയാ. എന്നാൽ താൻ പറഞ്ഞതുപോലെ ആട്ടെ എന്ന് ചിന്തിച്ച് ആദി വേഗം റൂമിലേക്ക് പോയി. അതിനുശേഷം പിറ്റേന്ന് ആനന്ദ നിലയത്തിൽ എല്ലാവരും ചേർന്ന് കമ്പനിക്ക് ഇങ്ങനെയൊരു നഷ്ടമുണ്ടാകുന്നതിന്റെ കാരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇതിന് ആകെ ഒരു പരിഹാരമേ ഉള്ളൂ. അഹി ഇവിടേക്ക് മടങ്ങിയെത്തണം. അതാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാം ജൈവ ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ഇനിയും പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് ഇനിയും ഈ രീതിയിലുള്ള ഒരു യാത്ര അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ബിസിനസ് ഡീലിങ്സോ ഈ ബിസിനസ് തന്ത്രങ്ങളോ ഒരിക്കലും ഇനി ഫലിക്കാൻ പോകുന്നില്ല എന്ന് ആദ്യമായിരുന്നു അറിയിച്ചു. അപ്പോഴേക്കും ഉടനെ അരുൺ പറഞ്ഞു, മുമ്പേ ഞാൻ പറഞ്ഞതാണ് ഐശ്വര്യക്ക് അങ്ങനെ ഒരു പദവി കൊടുക്കരുതെന്ന്. ഐശ്വര്യയെ ആ ചെയറിൽ ഇരുത്തിയാൽ നമ്മുടെ കമ്പനി തകർന്നു പോകുമെന്ന്. എന്നിട്ടും അന്ന് നിങ്ങൾ ആരും അതിന് തയ്യാറായില്ലല്ലോ. അത് കേട്ട ഉടനെ വസുന്ധര പറഞ്ഞു, ഇതിനൊറ്റൊരു പരിഹാരമേ ഉള്ളൂ. അഹി മടങ്ങിയെത്തണം. അഹി ആ സ്ഥാനത്തിരിക്കണം. അതിനിവിടെ ആർക്കും യാതൊരു എതിരഭിപ്രായവും ഇല്ലല്ലോ എന്ന് വസുന്ധര അറിയിച്ചതും ഉടനെ ആദ്യം പറഞ്ഞു, അതെ, ഇവിടേക്ക് അഖിൽ മടങ്ങിയെത്തിയാൽ നമ്മുടെ ഈ കമ്പനി പ്രോഫിറ്റബിൾ ആകും. അതവൻ തെളിയിച്ചിട്ടുള്ളതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ വസുന്ധര പറഞ്ഞു, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അഹിയെ എങ്ങനെ ഇവിടേക്ക് കൊണ്ടുവരണം? അപ്പോഴേക്കും പറഞ്ഞു, അതെ, അഹിയെ അമ്മ വിളിച്ച തീർച്ചയായിട്ടും അഹി വരും എന്ന് പറഞ്ഞതും ഉടനെ വസുന്ധര പറഞ്ഞു, അഹി ആ ശ്യാമയുടെ പിടിയിലായിപ്പോയി. അവൻ ശ്യാമയുടെ പിടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു വരും? അത് വല്ലാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കും എന്ന് അറിയിച്ചു. ഇത് കേട്ട ഉടനെ തന്നെ ആദിയോട് ആശങ്കയോടെ വസുന്ധര പറയുമ്പോൾ ആനന്ദവർമ്മ പറഞ്ഞു, ഒരിക്കലുമില്ല, ആദിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. നമുക്ക് 2 പേർക്കും കൂടി പോകാം ആദിയെ വിളിക്കാനായി. എന്താ വസു റെഡിയാണോ? ഞാനും വരാം കൂടെ എന്ന് ആനന്ദവർമ്മ അറിയിച്ചു. അത് കേട്ടതും വസുന്ധര പറഞ്ഞു, അവൻ വരുമെങ്കിൽ ഞാൻ പോയി അവനെ വിളിക്കാൻ തയ്യാറാണ്. എനിക്കത് യാതൊരു പ്രശ്നവുമില്ല എന്നറിയിച്ചു. ഈ സമയത്ത് ശ്യാമയുടെ വീട്ടിൽ ദേവകിയും വാസുദേവനും കൂടി അപ്പുവിനെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അപ്പു ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോഴേക്കും ദേവകിയും വാസുദേവനും നിർബന്ധപൂർവ്വം അപ്പുവിനെ കഴിപ്പിച്ചു. അപ്പോഴേക്കും അപ്പു ചോദിച്ചു, അല്ലച്ചാ, ഇനി എന്നു മുതൽ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നത്? ഉടനെ വാസുദേവൻ പറഞ്ഞു, 1 മാസം കൂടി കഴിയണമെന്നല്ലേ അന്ന് ഡോക്ടർ നമ്മളോട് പറഞ്ഞത് എന്ന് വാസുദേവൻ അപ്പുവിനോട് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ അവിടേക്ക് അഖിലും ശ്യാമയും എത്തി. അല്ല, നിങ്ങളിത് എങ്ങോട്ടാ പോകുന്നത് എന്ന് അഖിലിനോട് ശ്യാമയോട് വാസുദേവൻ ചോദിച്ചപ്പോൾ ശ്യാമയെ നോക്കി ഉടനെ ശ്യാമ വാസുദേവനോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളൊരു തീരുമാനമെടുത്തു. അക്കാര്യം അച്ഛനോട് പറയാനാ വന്നത്. അപ്പുവിന്റെ ഈ ഓപ്പറേഷന്റെ ചെലവെല്ലാം കഴിഞ്ഞ് ബാക്കി 50 ലക്ഷം രൂപയുണ്ടല്ലോ, അത് അച്ഛന്റെ അക്കൗണ്ടിൽ ഇടാമെന്നാണ് അഖിൽ സാറ് പറയുന്നത്. ഞാനും അതിനെ അനുകൂലിക്കുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് മാസം പലിശയും കിട്ടുമല്ലോ എന്ന് ശ്യാമ പറഞ്ഞു. അത് കേട്ട ഉടനെ വാസുദേവൻ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പലിശയും ഒക്കെ കിട്ടും, അത് സമ്മതിച്ചു. പക്ഷെ മക്കളെ, അത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയൊരു സമ്പാദ്യമാണ്. അതുകൊണ്ട് അത് നിങ്ങളിൽ ആരെങ്കിലും ഒരാളുടെ അക്കൗണ്ടിൽ ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ 2 പേരും കൂടി ഒന്നിച്ചൊരു അക്കൗണ്ട് എടുത്തിട്ട് അതിലിട്ടാൽ മതി. അല്ലാതെ അത് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതില്ല മോനെ എന്ന് വാസുദേവൻ അഖിലിനോടും ശ്യാമയോടും പറയുന്നു.